ബട്ടർ ആഡ് ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ, നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം, പച്ചമുളക് ഇടാം, ഇപ്പം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്യാം, കുറച്ച് ഗ്രേവി തിക്കാവും. നല്ലപോലെ വഴന്ന വരെ കുറച്ച് ഉപ്പിടാം, പെട്ടെന്ന് വഴയും. ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇത് നമുക്ക് സോട്ട് ചെയ്യാം. ഇതൊരുമാതിരി ബ്രൗൺ ആവുന്നു. നമുക്ക് 2 ഡ്രൈ ചില്ലിയും കൂടി ഇതിനോട് ആഡ് ചെയ്യാം. മുളക് പൊടി ഇടാം, എരിവനുസരിച്ച് നമുക്ക്. അപ്പം ഒന്നിനൊക്കെ ഓൾമോസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചില്ലി പൗഡർ ഇട്ടു, അതിൻ്റെ റോസ് സ്മെല്ല് പോകുന്ന വരെ സോട്ട് ചെയ്യണം. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ സോട്ട് ചെയ്യണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇടാം. ഇതിപ്പം നല്ലപോലെ ഇളക്കി അടച്ച് വെക്കാം. തീ സിമ്മിലിട്ടുക, എന്നിട്ട് നല്ലപോലെ അടച്ച് വെക്കുക. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പം ഏകദേശം ആയി. എല്ലാം ടൊമാറ്റോ എല്ലാം നല്ലപോലെ സ്മാഷ് ആയിട്ടുണ്ട്, വെന്തു. ഇത്ര മതി. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ആറാൻ വെക്കണം, എന്നിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമുക്ക് വീണ്ടും ആ പാൻ ചൂടാക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് സോട്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്ന പേസ്റ്റിലിട്ടു. നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം, കാരണം ഗ്രേവി കുറച്ച് തിക്കാണ്. സോ കുറച്ചൊന്ന് ഒരു മീഡിയം ഗ്രേവി ടൈപ്പ് ആവാൻ വേണ്ടി. ഇപ്പം ഇതൊന്ന് കിടന്ന് തിളയ്ക്കണം, ഒരു 5-10 മിനിറ്റ്സ്. ഇത് കഴിയുമ്പോഴത്തേക്ക് പനീർ ബട്ടർ മസാല റെഡി. ഇത് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യണമെങ്കിൽ കുറച്ച് ക്രീം ഒഴിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കസ്തൂരി മേത്തി എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ആ ഫ്ലേവർ വരാൻ വേണ്ടിയാണ്. ഇത് പിന്നെ നമുക്ക് ഡ്രൈ മേടിക്കാൻ കിട്ടുന്നതാണ് ഷോപ്പിലൊക്കെ, നമ്മുടെ ഉലുവ ഇല. ഇതൊരു ഫ്ലേവർ വരും, നല്ല നമുക്ക് ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഫ്ലേവർ കിട്ടും ഇതിട്ടാൽ. പഞ്ചസാര ആഡ് ചെയ്യാം, അത് ഓരോരുത്തർ ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. പക്ഷെ നമുക്ക് ഈ വെളിയിൽ നിന്ന് മേടിക്കുന്ന പനീർ ബട്ടർ മസാലയിലൊക്കെ ഒരു ചെറിയൊരു മധുരം കാണാറുണ്ട്. ഒന്നി കെച്ചപ്പോ അല്ലെങ്കിൽ ഷുഗറും പഞ്ചസാര കുറച്ച് ആഡ് ചെയ്താൽ. ആയിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ അങ്ങനെ ഞാനതിൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ, കറക്റ്റാന്ന് തോന്നുന്നു. ഉപ്പ് കുറച്ചുകൂടെ വേണം. അധികം പുളിയില്ലാത്ത ടൊമാറ്റോസ് എടുത്താൽ മതി, അപ്പം അതിന് ടാങ്കിയ ടേസ്റ്റ്. ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ തിള വന്നാൽ മതി, നമുക്ക് ഓഫ് ചെയ്യാം. സോ നമ്മുടെ പനീർ ബട്ടർ മസാല ഈസ് റെഡി. ഇതൊന്നീ റൈസ് അല്ലെങ്കിൽ നോർമൽ ചപ്പാത്തി, നാൻ
അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്നാൽ.